Radio Library. Radio Library with RJ Radish. ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ പതിവില്ലാത്ത മട്ടിൽ പുലർച്ചെയുള്ള സ്വപ്നം താൻ മാത്രമല്ല മറ്റൊരാൾ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നതായി സാംസയ്ക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് എക്കാലവും ഓർത്തിരിക്കുന്ന ദിവസം ഇതുതന്നെ ആയിരിക്കുമെന്ന് പകുതി ഉണർച്ചയിലെ അവർ തോന്നി. പക്ഷെ അതൊരു സാധാരണ ദിവസം പോലെയായിരുന്നു. എസ് ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു. ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഏതാണ് പുസ്തകമെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോവുകയാണ്. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. പട്ടുനൂൽപ്പുഴു എന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് റസലാണ്. റസൽ, നമസ്കാരം, സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക്. താങ്ക് യു. ഓക്കെ, ഒരുപാട് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പട്ടുനൂൽപ്പുഴു എത്ര ദിവസം കൊണ്ട് വായിച്ചു തീർത്തു? പട്ടുനൂൽപ്പുഴു ഏകദേശം 3 ദിവസം എടുത്തു. പക്ഷെ 3 ദിവസം ക്ലൈമാക്സ് എത്തിയപ്പോൾ തീരരുതെന്ന് കരുതി വീണ്ടും ഹോൾഡ് ചെയ്ത്, മനഃപൂർവ്വം ഏകദേശം ഒരു 10-20 ദിവസം ഹോൾഡ് ചെയ്ത് വെച്ച് ചിന്തിപ്പിച്ചൊരു നോവലാണ് പട്ടുനൂൽപ്പുഴു. അപ്പൊ എന്തായാലും നമുക്കിന്ന് സാംസയൊക്കെ കൂടുതൽ പരിചയപ്പെടാം. തീർച്ചയായിട്ടും. എസ് ഹരീഷിന്റെ 3ാമത്തെ നോവലാണ് പട്ടുനൂൽപ്പുഴു. നമുക്കറിയാം, മീശ, ഓഗസ്റ്റ് 17 തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതി കേരളത്തിൽ ശ്രദ്ധേയമായ എഴുത്തുകാരനാണ് എസ് ഹരീഷ്. മീശ തീർച്ചയായും സാമൂഹികമായി ഇടപെടുന്ന, കുറെ കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നോവലായിരുന്നു മീശ. ഓഗസ്റ്റ് 17 പറ്റി സംസാരിക്കുകയാണെങ്കിൽ ചരിത്രത്തിലേക്ക് അന്വേഷിക്കുന്ന നോവലാണ് ഓഗസ്റ്റ് 17. രണ്ടിൽ നിന്നും വ്യത്യസ്തമായി പട്ടുനൂൽപ്പുഴു അവനവനിലേക്ക് തന്നെ, അവന്റെ ഉള്ളിലേക്ക് തന്നെ കുറെ കൂടി ആഴ്ന്നിറങ്ങുന്ന നോവലായി മാറുകയാണ്. അങ്ങനെയാണ് പട്ടുനൂൽപ്പുഴുവിനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മളൊക്കെ ഒരു പട്ടുനൂൽപ്പുഴുവാണ്. സാംസ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് നോവൽ മുന്നോട്ടേക്ക് പോകുന്നത്. പട്ടുനൂൽപ്പുഴുക്കൾ അവര് പൂമ്പാറ്റകളായി, ചിത്രശലഭങ്ങളായി പറക്കൽ അപൂർവമാണ്. അങ്ങനെ അപൂർവമായി പറക്കുന്ന ചിത്രശലഭമായി സാംസ മാറട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് പട്ടുനൂൽപ്പുഴു എന്ന ഈ പേര് നോവലിന് എസ് ഹരീഷ് നൽകുന്നതെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. നോവല് മുഴുവനായും ഒരു ഏകാന്തതയാണ്. ഏകാന്തതയുടെ കുപ്പായത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു സാംസ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയുടെ ചുറ്റുമുള്ള ലോകം. തീർച്ചയായും കുട്ടികളെ നമ്മളൊക്കെ ഒറ്റപ്പെടുത്താറാണ് പതിവ്. നമ്മുടെ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സമൂഹമാണ് കുട്ടികൾ. അവരുടെ ചുറ്റുമുള്ള ലോകം, ആ ലോകത്തെയാണ് നോവൽ സാംസയിലൂടെ സമൂഹത്തിലേക്ക് അഡ്രസ് ചെയ്യുന്നത്. ഓരോ മേഖലയും, സാംസയുടെ ചുറ്റുള്ള മുഴുവൻ മനുഷ്യരെയും മുഴുവൻ സന്ദർഭങ്ങളെയും വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നോവൽ സ്പർശിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അവധി ദിവസമായതുകൊണ്ട് സ്കൂളിൽ പോകേണ്ടതില്ല. നടുവിൽ കുഴിവുള്ളത് കാരണം തൊട്ടിൽ പോലെ സങ്കല്പിക്കാവുന്ന കട്ടിലിൽ അവൻ കുറച്ചധികം നേരം കിടന്നു. കിടക്കയുടെ താഴെ കയറിന്റെ കെട്ടുകൾ മുറിഞ്ഞ് സാമാന്യം വലിയൊരു തുളയുണ്ടായിട്ടുണ്ട്. ചില രാത്രികളിലെ സ്വപ്നങ്ങളിൽ അവന്റെ പാദം അതിലെ കടന്ന് കുടുങ്ങിപ്പോകാറുണ്ട്. ദുഃഖ സ്വപ്നങ്ങളിലാണെങ്കിൽ കാലനാക്കി ഓടാൻ വയ്യാതെ വിഷമിക്കാറുണ്ട്. എന്നാലും ഒരു പ്രത്യേക രീതിയിൽ വശം ചെരിഞ്ഞു കിടക്കാൻ നല്ല സുഖമാണ്. മുറിയിൽ ഇരുട്ടു തന്നെയാണെങ്കിലും പുറത്ത് നേരം നന്നായി വെളുത്തു കഴിഞ്ഞെന്ന് സാംസയ്ക്ക് മനസ്സിലായി. ചില ഒച്ചകൾ നിലയ്ക്കുകയും ചിലത് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. സാംസ തന്റെ പണിതീരാത്തൊരു വീടും അതിന്റെ ചുറ്റുമുള്ള തന്റെ കിടപ്പറയും ചുറ്റുള്ള മനുഷ്യരും പാടങ്ങളും, ഒരു ഇലു എന്ന് പറയുന്ന സാംസയുടെ ഒരു വളർത്ത് മൃഗമുണ്ട്, അതിനെയും ഒക്കെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നോവലിൽ പറയുന്നത് കാണാം. തന്റെ കൂടെ ചുറ്റുള്ള മനുഷ്യരുടെ ഒന്നും പിന്തുണകൾ ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ പുതിയ ന്യൂ ജനറേഷനിൽ ഫോമോ എന്ന് പറയും. ഫോബോ പദങ്ങളെ പറ്റി നമ്മൾ കേട്ടതാണ്. ന്യൂ ജനറേഷനിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയും. ഏകാന്തത അനുഭവപ്പെടുകയാണ്. സ്വന്തമായി സ്വപ്നത്തിൽ ഒരു പെൺകുട്ടി രൂപപ്പെടുകയും പണ്ടെങ്ങോ മരിച്ചുപോയ പെൺകുട്ടിയെ തന്റെ കൂടെ നടക്കുമ്പോഴും തന്റെ കൂടെ മുഴുവൻ വ്യവഹാരങ്ങളിലും കൂടെ കൂട്ടുന്ന ഒരു സാംസയെ നമുക്ക് ഈ നോവലിൽ കാണാം. നോവലിൽ പല സന്ദർഭങ്ങളും പല മനുഷ്യരെയും പറ്റി പറയുന്നുണ്ട്. 300ഓളം പേജുകളുള്ള ഈ നോവലിൽ എന്നെ ആത്മാർത്ഥമായി സ്പർശിച്ച ഒരു വാക്കാണ് ഏറ്റവും തിരക്കുള്ള സ്ഥലവും ഏറ്റവും വിജനമായ ഇടങ്ങളാണെന്ന് എസ് ഹരീഷ് പറയുന്നുണ്ട്. സാംസ ടൗണിലേക്ക് ഇറങ്ങുകയും പലരും പല പണികളിലും അവരുടെ ജോലികളിലും ഏർപ്പെട്ട് തിരക്കിലായി നിൽക്കുന്ന ഒരു ടൗണിൽ സാംസ മാത്രം ഏകാന്തമായി നിൽക്കുകയാണ്. ഏറ്റവും തിരക്ക് പിടിച്ച ഇടങ്ങൾ നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ വളരെ തിരക്കുള്ള ഇടങ്ങളിൽ നോക്കിയാൽ ഒരു കടയുടെ തിണ്ണയിൽ ഇങ്ങനെ വിതുമ്പിയിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. അത് റെസ്റ്റോറൻറ്റുകളിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഷോപ്പുകളിൽ, സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാൻ പറ്റും. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസം റമദാനിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതായിരുന്നു. നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം തിരക്കുള്ള സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കേസിലിരിക്കുന്ന മാനേജർ, അദ്ദേഹം അവിടെ ഇരിക്കുന്ന വെയിറ്ററോട് ചൂടാവാണ്. വല്ലാതെ അദ്ദേഹത്തെ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് വഷളാക്കുകയാണ്. ഒരു ചായ കൊടുത്തത്, വളരെ തിരക്കുള്ള സമയം ചായയുടെ ഓർഡർ എടുത്തു, ചായ ആൾ കുടിച്ചു, പൈസ കൊടുക്കാതെ അയാൾ പോയി. ഇയാൾ പൈസ വാങ്ങാത്തത് കാരണം ഒരു റിയാലിന് വേണ്ടി അദ്ദേഹത്തെ ആ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആകെ വഷളാക്കുകയാണ്. തിരക്ക് പിടിച്ച റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ആ മനുഷ്യൻ മാത്രം ഒറ്റയ്ക്ക് വിജനമായി പോവുകയാണ്. അങ്ങനെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരിക്കും അതൊരു പക്ഷേ. ഒരാളും നമ്മുടെ മുമ്പിൽ തലതാഴ്ത്തുന്ന ഒരു ഇട നമ്മൾ വരുത്തരുത് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഒരാളും തലതാഴ്ത്തുന്ന ഇട നമ്മൾ വരുത്താൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്തരം ചില ഹൃദയസ്പർശിയായ വരികൾ എസ് ഹരീഷ് തീർച്ചയായും പുതിയ കാലവുമായി ടച്ച് ചെയ്യാൻ പറ്റിയ, നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പല വിഷയങ്ങളും ഈ നോവലിൽ കൂട്ടിച്ചേർത്ത്
പറയുന്നുണ്ട്. പ്രധാനമായും നോവലിൽ സാംസയെ ചുറ്റിപ്പറ്റിയുള്ള കഥാപാത്രമാണ് സ്റ്റീഫൻ എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരു തവണ ഭ്രാന്ത് വരികയും ആ ഭ്രാന്ത് മൂർച്ഛിച്ച് ഒരു ഈന്തമരത്തിൽ കെട്ടിയിടുകയും ചെയ്യുന്ന ആളാണ് സ്റ്റീഫൻ. സ്റ്റീഫന്റെ ഭ്രാന്തിനെ പറ്റി പറയുമ്പോൾ, സ്റ്റീഫന് ഭ്രാന്ത് പിടിക്കുമ്പോൾ സ്റ്റീഫൻ തന്റെ ചുറ്റുമുള്ള ആൾക്കാരെ, അവന്റെ പരിചയമുള്ള ആൾക്കാരുടെ രഹസ്യ കഥകൾ മുഴുവൻ സമൂഹത്തോട് വിളിച്ചു പറയും. പക്ഷേ അവൻ പ്രണയത്തിലുണ്ടായിരുന്നു. ആ പ്രണയത്തിലുള്ള അവന്റെ പ്രണയവും ആ പ്രണയിനിയുടെ ജീവിതവും മാത്രം അവൻ പറഞ്ഞില്ല. ഭ്രാന്തിൽ പോലും കാത്തു സൂക്ഷിക്കുന്ന ഒരു വേള അവന്റെ കാമുകി പറയുന്നുണ്ട്, സ്റ്റീഫനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയം അവന്റെ ഭ്രാന്തുള്ള സമയമാണ് നമ്മൾ പറയുന്നുണ്ട്. ആ സമയത്താണ് അവൻ എന്നെ സംരക്ഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് കവചം നൽകുന്നത് ആ സമയത്താണ് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് തന്നെ മനുഷ്യന്മാരെ പറ്റി പറയുമ്പോൾ അവന്റെ ജനിതകത്തിൽ പറയുന്നുണ്ട് മനുഷ്യന്മാരൊക്കെ ഭ്രാന്തുള്ളവരാണ് എന്നുള്ളത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തന്നെ ഒരു ഭ്രാന്തിന്റെ പുറത്താണ്. നമ്മളൊരു ഫിലോസഫിയിൽ പോയിരുന്നാൽ ഒരിക്കലും നമുക്ക് ഇവരെന്താ ഭ്രാന്താണ് പറയുന്നത് തോന്നും. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഭ്രാന്തിന്റെ മിനിമം ലെവൽ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുമുണ്ട്. അത് മൂർച്ഛിച്ച് അത് വൈൽഡ് കാറ്റഗറിയിലേക്കൊക്കെ വരുമ്പോഴാണ് ഭ്രാന്തനായി മാറുന്നത്. അല്ലാത്തൊരു മിനിമം ഭ്രാന്ത് എല്ലാ മനുഷ്യർക്കുള്ളിലും നിലനിൽക്കുന്നുണ്ടെന്നാണ് സ്റ്റീഫനിലൂടെ നോവൽ പറഞ്ഞു വെക്കുന്നത്. സാംസ ഒരു ജനിതക തുടർച്ചയാണ്. തീർച്ചയായും മനുഷ്യന്മാരൊക്കെ ഒരു ജനിതക തുടർച്ചകളാണ്. നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ച പലതിൻ്റെയും ഉപയോഗക്കാരാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയുടെ ഒരു തുടർച്ചയാണ് നമ്മൾ. നമ്മുടെ തുടർച്ചയാണ് ഇനി വരാനിരിക്കുന്ന തലമുറ. ആ തുടർച്ചകളെ അഡ്രസ്സ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട് ഈ നോവൽ. നമുക്കറിയാം സാംസയുടെ അച്ഛൻ വിജയൻ എന്ന് പറയുന്നയാൾ ഈ നോവലിൽ ഒരു പ്രത്യേകമായ ഒരു കഥാപാത്രമാണ്. വലിയ മുതലാളിയായിരുന്നു. തൻ്റെ അനന്തരാവകാശ സ്വത്ത് കിട്ടിയപ്പോൾ അതിൽ നിന്ന് ബിസിനസ് തുടങ്ങി, ഒരുപാട് വിജയിച്ചു, അതിലേറെ പരാജയപ്പെട്ടു. അവസാനം പലചരക്ക് കട നടത്തി, അതും പരാജയപ്പെട്ടു. നാട് നീളെ കടങ്ങളായി. അദ്ദേഹമാകെ സമൂഹത്തിന്റെ മുന്നിൽ വഷളായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു സാംസയുടെ അച്ഛൻ വിജയൻ എന്ന് പറയുന്ന കഥാപാത്രം. ആ വിജയൻ ചില ദിവസങ്ങളിൽ രാത്രി കടപൂട്ടി വീട്ടിലേക്ക് വരാൻ വൈകും. ആ സമയത്ത് ചെറിയ സാംസയോടാണ് അമ്മ പോയി നോക്കാൻ പറയുക. സാധാരണ കുട്ടികൾക്ക് രാത്രി ഇറങ്ങി നടക്കുമ്പോൾ പേടിയുണ്ടാവും. പക്ഷെ സാംസയ്ക്ക് പേടിയുണ്ടായിരുന്നില്ല. സാംസ സങ്കല്പത്തിൽ കൊണ്ടുവന്ന സാംസയുടെ പെൺകുട്ടി സാംസയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വേള നോവലിൽ പറയുന്നുണ്ട്, നീയൊന്ന് പോയി നോക്കൂ. സാംസയോട് അമ്മ പറഞ്ഞു, ടോർച്ച് എടുത്തോ, നിലത്തോട്ട് തെളിച്ചം കൊണ്ട് നോക്കി നടക്കണം. സാംസ ടോർച്ച് തെളിച്ചുകൊണ്ട് കടയിലേക്ക് വഴിയെ നടന്നു. രാവിലെ സ്റ്റീഫനൊപ്പം ഇങ്ങോട്ട് വന്ന വഴിയെയാണ് അവൻ തിരിച്ചു നടന്നത്. ചില രാത്രികളിൽ അച്ഛനെ അന്വേഷിച്ച് സാംസ ഇങ്ങനെ പോകേണ്ടി വരാറുണ്ട്. അച്ഛൻ വരാൻ താമസിച്ചാൽ അവൻ പരിഭ്രാന്തനാകാറുണ്ട്. അമ്മ അസ്വസ്ഥയാകുന്നത് കൊണ്ടാണ് അവൻ പേടിക്കുന്നത്. പകലിലെ വഴിയല്ല രാത്രിയിലെ വഴിയെന്ന് നടക്കും വഴി സാംസ ആലോചിച്ചു. നിറയെ സങ്കടമുള്ള ദീർഘമായ പാട്ടു കേൾക്കുന്നത് പോലെയാണ് രാത്രിയിലെ വഴിനടപ്പ്. വെയിലിലെ മരങ്ങളുടെ നിയലുകളല്ല നിലാവിലെ അതേ മരങ്ങളുടെ നിയലുകൾ. പകലിൽ ഒരു വശത്തേക്ക് ഒതുങ്ങിക്കിടന്ന് നടക്കുമെങ്കിലും ഇപ്പോൾ അവൻ വഴിയുടെ മധ്യത്തിൽ കൂടിയാണ് നടക്കുന്നത്. പകലിലെ ഒച്ചകളില്ല രാത്രിയിലെ ഒച്ചകൾ. പകൽ ഇരുവശവും കാണുന്ന പറമ്പുകളും വീടുകളുമല്ല രാത്രികളിലെ പറമ്പുകളും വീടുകളും. ഇരുട്ട് വേറെ ലോകമുണ്ടാക്കുമെന്നുവെന്ന് സാംസ ആലോചിച്ചു. പകൽ കാണാറുള്ള സ്റ്റീഫന്റെ വീടിനടുത്തേക്ക് സാംസ നോക്കി. തിണ്ണയിൽ നേരിയ ചുവപ്പ് വെളിച്ചമുള്ള ബൾബ് കത്തുന്നു. സ്റ്റീഫന്റെ ചാച്ചൻ ജോർപ്പ ആഹാരം കഴിച്ചെഴുന്നേറ്റ് കക്ഷത്തിൽ വെക്കുന്ന ഊന്നുവടികളിൽ നടന്നു വന്ന് മുറ്റത്തേക്ക് വായ കഴുകി നീട്ടി തുപ്പുന്നു. തൊണ്ടയിൽ നിന്ന് മുഴക്കമുള്ള ശബ്ദമുണ്ടാക്കി കാർക്കിക്കുകയാണ് അയാൾ ഒരു നാടക സ്റ്റേജിലാണെന്നും ഇരുട്ടത്ത് കാണികൾ നിശബ്ദരായി ഇരിപ്പുണ്ടെന്നും ദൂരെ നിന്ന് കണ്ടാൽ പെട്ടെന്ന് തോന്നും. ഭ്രാന്തുള്ള സ്റ്റീഫനെ പൂട്ടുന്ന ഈന്തുമരം നിൽക്കുന്ന ഭാഗത്തേക്ക് സാംസ സൂക്ഷിച്ചു നോക്കി. അത് കാണാനില്ല. അറ്റത്ത് മാത്രമുള്ള ഇലകൾ അനക്കാതെ അതങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരിക്കും. അല്പദൂരം കൂടി നടന്നപ്പോൾ പകൽ എപ്പോഴും ശബ്ദങ്ങളുള്ള അറുപ്പുമില്ല് സാംസ കണ്ടു. മൂർച്ചയുള്ള യന്ത്രവാൾ കൊണ്ട് മരങ്ങൾ മുറിക്കുന്നതിന്റെയും പണിക്കാർ തടികൾ വണ്ടിയിൽ കയറ്റുന്നതിന്റെയും പട്ടികകൾ കൂട്ടിയിടുന്നതിന്റെയും ഒച്ചകൾ അവിടെയില്ലായിരുന്നു. ലോറികൾ അവിടെയിട്ട് വട്ടം തിരിക്കുന്നതിന്റെ ഇരമ്പലുകളുമില്ല. കഥകളിൽ മാത്രമുള്ള ഭീകരമനുഷ്യരെ പോലെ ക്ഷീണിതരായ വലിയ തടികൾ കിടന്നുറങ്ങുന്നു. ചിലത് അടുങ്ങി മേൽക്കുമേൽ, ചിലത് ചിതറിയും. അറക്കപ്പൊടിയുടെ കൂനമേൽ ഒരു പട്ടി കിടപ്പുണ്ട്. അത് ഇരുട്ടിൽ തനിയെ നടന്നു പോകുന്നു. ഒരു കുട്ടിയെ ശ്രദ്ധിച്ചില്ല. മൃഗങ്ങളുടെ ജീവിതകാലം വെച്ച് നോക്കുമ്പോൾ വളരെ പ്രായമുള്ള, ലോകം കുറെ കണ്ട നായയായിരുന്നു അത്. വളർച്ചയുടെ തുടക്കത്തിലുള്ള ജീവികളെ പരിഗണിക്കണമെന്ന് അതിന് തോന്നാറില്ല. വഴി പിന്നിടുന്തോറും സാംസയുടെ ആശങ്കയും ഉത്കണ്ഠയും കൂടി വന്നു. കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ വീട്ടിലേക്ക് വരുന്ന അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നിട്ട് അവൻ ആശ്വാസം കൊള്ളുമെന്നും അവരൊന്നിച്ച് തിരിച്ചു നടക്കുമെന്നും വിചാരിച്ചു. വേറെ ഏതെങ്കിലും വഴിയായിരിക്കുമോ അച്ഛൻ വരികയെന്ന് സാംസ ആലോചിച്ചു. അങ്ങനെയെങ്കിൽ അവർ കണ്ടുമുട്ടാതെ പോകുമോ? എത്ര തിരക്കിയാലും അച്ഛനെ കണ്ടില്ലെങ്കിലോ എന്ന അതിചിന്തയും സാംസയ്ക്കുണ്ടായി. ഇത്രയും നീണ്ട രാത്രിയും ഇത്രയും വലിയ സ്ഥലങ്ങളും, അതിനിടെ എവിടെയൊക്കെ എത്ര നേരമാണ് അന്വേഷിക്കുന്നത്? അച്ഛനെ കാണാതെ തിരികെ ചെന്ന് ഒരു തീരാത്ത രാത്രി മുഴുവനും അവനും അമ്മയും ആകാംക്ഷയോടെ ഉണർന്നിരിക്കുന്നതോർത്ത് അവൻ പേടിച്ചു. മുന്നോട്ട് പോയപ്പോൾ ഒരു വീട് അതിന്റെ പ്രകാശം അണയ്ക്കുന്നത് സാംസ കണ്ടു. ഇനിയിപ്പോൾ രാത്രിയിൽ ഉണർച്ചയുള്ളവരുടെ സമയം ആകാറായെന്ന് അവൻ വെറുതെ വിചാരിച്ചു. സാംസയോ അച്ഛനോ അയ്യപ്പനോ നടന്നു വരുന്നത് പോലെ നേരെ വഴിയിൽ കൂടിയല്ല അവർ വരിക. കൂടുതൽ ഇരുട്ടുള്ളിടത്ത് അവർക്ക് രഹസ്യ വഴികളുണ്ട്. ഇങ്ങനെ രാത്രിയിൽ അച്ഛനെ തേടിയുള്ള
യാത്ര സാംസ വിശദീകരിക്കുന്നുണ്ട്. രാത്രി വേറെ ഒരു ലോകമാണ്, പകൽ വേറെ ഒരു ലോകമാണെന്നുള്ള ഒരു വലിയ ആശയമാണ് ഈ ഒരു ഭാഗത്തിൽ നോവൽ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ കാണുന്ന മനുഷ്യരൊന്നുമല്ല രാത്രിയിലെ മനുഷ്യർ. നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന പലരും അവരുടെ ഉള്ളിൽ നീറുന്ന വികാരങ്ങളുണ്ടാകും. നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു കഥയുണ്ടല്ലോ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരാൾ വന്നു, എനിക്ക് വല്ലാത്ത വിഷാദ രോഗമുണ്ട്, എന്നെ നിങ്ങളൊന്ന് ചികിത്സിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത മാനസികമായ വിഭ്രാന്തി അനുഭവപ്പെടുന്നു, ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോബോ അതിൽ ചേർത്ത് വായിക്കാവുന്നതാണ്. അങ്ങനെ ഈ മനുഷ്യൻ ഈ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ചികിത്സ വേണം എന്ന് പറഞ്ഞു. ഡോക്ടർ അയാളെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ഇവിടെ അടുത്തൊരു സർക്കസ് നടക്കാറുണ്ട്, നിങ്ങൾ ആ സർക്കസിൽ ആ ജോക്കറുടെ പ്രകടനങ്ങൾ നിങ്ങൾ കാണണം, നിങ്ങൾ മനസ്സറിഞ്ഞ് ചിരിക്കണം, അത് തീർച്ചയായും നിങ്ങളെ ഉത്സാഹപ്പെടുത്തും, സന്തോഷപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ വന്ന ആള് ഡോക്ടറോട് പറയുകയാണ്, ഞാനാണ് ആ ജോക്കർ എന്ന് പറയുകയാണ്. നോക്കൂ, ഒരു സമൂഹത്തെ മുഴുവൻ ചിരിപ്പിക്കുന്ന ആളുകളിലും വിഷാദത്തിന്റെ ഒരു വലിയ നീയൽ ഉള്ളിലുണ്ടാവും എന്ന് തീർച്ചയാണ്. നമ്മൾ ഇടപെടുന്ന മനുഷ്യരോടൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ ഇയാളുടെ ഉള്ളിലൊരു ദുഃഖമുണ്ട്, ഇതിനപ്പുറത്തൊരു മുഖമുണ്ട് എന്നുള്ള ധാരണ നമുക്ക് തീർച്ചയായും വേണ്ടതുണ്ട്. പകൽ തെളിഞ്ഞു നിന്ന സൂര്യൻ രാത്രിയാവുമ്പോൾ അതിനെ നമ്മൾ കാണുന്നില്ല, പകൽ തെളിഞ്ഞ വിളക്കുകളൊന്നും രാത്രി കാണുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുകളിലെ മനുഷ്യരും രൂപപ്പെടുന്നതാണ് നോവൽ പറഞ്ഞു വെക്കുന്നത്. നോവലിൻ്റെ അവസാനത്തിൽ ഈ സാംസയുടെ അച്ഛൻ, വിശാലമായ നോവലാണ്, 300ഓളം പേജുകളുണ്ട്, പല പല മനുഷ്യന്മാരുടെ ജീവിതവുമായി ടച്ച് ചെയ്യാൻ പറ്റിയ നോവലാണ്. നോവലിനെ നമ്മൾ ഇവിടെ അപൂർവമായി മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. നോവൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം. എന്തായാലും നോവലിൻ്റെ അവസാന ഭാഗത്തിൽ കടം കയറിയ വിജയൻ്റെ വീട്ടിലേക്ക് പലിശക്കാരൻ വരികയും ആനി പേടിച്ച് വിറക്കുകയും ആനിക്ക് നേരെ കയ്യോങ്ങിയ ആ പലിശക്കാരനെ ഈ ചെറിയ സാംസ തടഞ്ഞു വെക്കുമ്പോൾ സാംസയുടെ മുഖത്തേക്ക് അടിക്കുന്ന ഒരു സന്ദർഭം നോവലിൽ പറയുന്നുണ്ട്. മുഖമടച്ചുള്ള അടി എന്നതൊരു ഭാഷാപ്രയോഗമാണ്. അപ്രതീക്ഷിതമായ തിരിച്ചു പ്രതികരണം സാധ്യമല്ലാത്ത ആഘാതം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ശാരീരികമായി തന്നെ മുഖമടച്ചുള്ള അടി കിട്ടിയിട്ടുള്ള മനുഷ്യർ ധാരാളമുണ്ട്. ശരീരത്തിന്റെ വേറെന്തെങ്കിലും ഭാഗത്ത് കിട്ടുന്ന മർദ്ദനം പോലെയല്ല അത്. വേദനയുമായി ബന്ധപ്പെട്ടതല്ല അതേൽപ്പിക്കുന്ന ആഘാതത്തിന്റെ കാഠിന്യം. മുഖമാണ് ഒരാളെ വ്യത്യാസപ്പെടുത്തുന്നതും അയാളെ അയാളാക്കുന്നതും. അയാളുടെ വിഷമങ്ങളും സന്തോഷങ്ങളും അവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഒരാളെന്നാൽ അയാളുടെ മുഖമാണ്. അവിടെ തല്ലുകിട്ടുന്ന നിമിഷം നമ്മളില്ലാതായെന്ന് നമുക്ക് തോന്നും. കഥയിൽ അവസാനം സാംസ ഒരു ലൈബ്രറിയനാവുകയും ലൈബ്രറിയിലെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ വീട്ടിലെ സന്ദർഭങ്ങൾ കാണുകയും പലിശക്കാരൻ പ്രശ്നമാക്കുന്നത് കാണുകയും അത് തടയാൻ പോയ സാംസയുടെ മുഖത്തടി കിട്ടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തെയാണ് പിന്നീട് നോവൽ അവസാനമായി വിശദീകരിച്ചത്, നമ്മളിപ്പോൾ വായിച്ചത്. ആ സമയത്ത് സാംസയുടെ മനസ്സിൽ രൂപപ്പെട്ട ആ അടിച്ച മനുഷ്യന്റെ ഒരു രൂപമുണ്ട്. കുട്ടികൾ ദീർഘകാലം ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അവരുടെ മുമ്പിൽ നമ്മൾ തീർച്ചയായും ഫ്രെയിം ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളായാലും നമുക്ക് ചുറ്റുമുള്ള മക്കളായാലും അവരോട് നമ്മൾ പരിപാലിക്കുന്ന രീതിയിൽ, ഇടപെടുന്ന രീതിയിൽ അവർ സമൂഹത്തെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വെക്കുകയാണ്. ആ ഷെയ്പ്പിനുള്ളിൽ നമ്മളുണ്ട്, ആ സർക്കിളിൽ നമ്മളുണ്ട്. നമ്മൾ അവരെങ്ങനെ ഷെയ്പ്പ് ചെയ്യുന്നു, അവരെങ്ങനെ നമ്മളെ ഫ്രെയിം ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് കുട്ടികളെ സന്തോഷിപ്പിക്കുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഗർഭപാത്രത്തിൽ വളരുന്ന കാലത്തെ അമ്മയുടെ സന്തോഷവും സങ്കടവും ആനന്ദവും പരിതാപവും ഒക്കെ കുട്ടിയുടെ പിൽക്കാല ജീവിതത്തെയും സ്വഭാവത്തെയും നിർമ്മിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മുൻഗാമികൾ പറഞ്ഞ് നമുക്കറിയാം. അതുപോലെ തന്നെ സ്വന്തം പിതാവിന്റെ സ്പർശം പ്രവാസികൾക്കൊക്കെ അത് മിസ് ചെയ്യുന്നൊരു വിഷയമാണ്. തന്റെ ഭാര്യയുടെ ഡെലിവറി സമയത്ത് നാട്ടിലെത്താൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. ആ കുട്ടിയുടെ പറക്കാൻ പറ്റാത്ത കുട്ടികളെ കാണുമ്പോൾ അവന്റെ വളർച്ചകൾ നേരിട്ട് കാണാൻ പറ്റാത്ത പ്രവാസികളുടെ നോവുകളൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് ഫീൽ ചെയ്യും ഇത് വായിക്കുമ്പോൾ. കുട്ടികളിൽ എങ്ങനെയാണ് പിതാവിനോടുള്ള അകൽച്ച ഉണ്ടാവുന്നത്, നമ്മുടെ ഗർഭകാലത്ത് ആയാലും ശേഷമായാലും അവരോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന വലിയൊരു സൈക്കോളജി ഇതിന്റെ പിന്നിലുണ്ട്. നോവൽ ഇങ്ങനെ തുടർന്ന് അനേകം ജീവിത സന്ദർഭങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ഭ്രാന്തുള്ള സ്റ്റീഫൻ തന്നെ ഒരു വേള പറയുന്നുണ്ട്, സാംസ വല്ലാതെ പുസ്തകം വായിക്കുന്ന ആളായിരുന്നു, സാംസ പുസ്തകം വായിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അയാൾ പറയും, ചുറ്റുമുള്ള മനുഷ്യരെ വായിക്കുന്നതാണ് ഏറ്റവും നല്ല വായന, അല്ലാതെ നിന്റെ പുസ്തകം വായന അല്ല എന്ന് പറയും. എത്രമാത്രം അർത്ഥവത്തായ വാക്കുകളാണ്. ചുറ്റുമുള്ള മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, ചുറ്റുമുള്ളവരെ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു വളരെ അടുത്തൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അയാൾ ഈയിടെ ആത്മഹത്യ ചെയ്തു. ഞങ്ങളൊക്കെ വല്ലാതെ വിഷമത്തിലാക്കിയ സന്ദർഭമായിരുന്നു അത്. അത്യാവശ്യം നല്ല വെൽ സെറ്റിൽഡ് ആയ, അത്യാവശ്യം നല്ല മികച്ച സാലറിയിൽ വർക്ക് ചെയ്യുന്ന, കുടുംബമൊക്കെ വിദേശത്ത് സെറ്റിലായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. 24 വയസ്സ് മാത്രമുള്ള കൂട്ടുകാരൻ. അദ്ദേഹം തൻ്റെ ദീർഘകാലമായി പ്രണയത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിച്ചതിന്റെ കാരണമായിരുന്നു ആത്മഹത്യയിലേക്ക് അയാളെ നയിച്ചത്. നോക്കൂ, എങ്ങനെയാണ് മനുഷ്യൻ ഇത്രമാത്രം നിസ്സാരമായി പോകുന്നത്, മനുഷ്യൻ ഇത്രമാത്രം നിസ്സഹായമായി പോകുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫിയർ ഓഫ് ബ്രിങ്ങിങ് ഓപ്ഷൻസ് പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ പുതിയ സമൂഹം, വളർന്നു വരുന്ന ചുറ്റുപാടുകൾ, അവർ കൂടുതൽ ആസ്വാദനത്തിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് എന്നൊരു ബെറ്റർ ഓപ്ഷനായി അവരെടുക്കുന്നില്ല എന്നുള്ള ചിന്ത
അവൻ്റെ ഉള്ളിലേക്ക് വരികയും അത് തീരെ താങ്ങാനാവാത്ത രീതിയിൽ അവനെ ബാധിക്കുകയും ആത്മഹത്യ പോലെയുള്ള പ്രവണതകളിലേക്ക് അവൻ മാറുകയും ചെയ്യുകയാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടും ഫോബോയും ഒക്കെ പറയുന്നത്. ഇതിലൊക്കെ സാംസയുടെ ജീവിതത്തെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ സാംസ ആഘോഷമാക്കുകയാണ്. ഒരു സങ്കല്പത്തിലുള്ള കൂട്ടുകാരിയെ തനിക്കൊപ്പം ചേർക്കുന്നു, അവളോട് വിശേഷങ്ങൾ പറയുന്നു. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മളെ പല കുട്ടികളെയും ചെറുപ്പക്കാരെയും നമുക്ക് കാണാൻ പറ്റും. വല്ലാതമായ വിഷാദത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. നമ്മളടക്കം ഏതെങ്കിലും ഒരു മീറ്റിംഗ് നമ്മളെ വിളിച്ചാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ വൈകി എന്ന് പറയുമ്പോൾ ആ 10 മിനിറ്റ് നമ്മൾ മിസ്സിംഗ് ഔട്ടാണ്. നമുക്ക് ആ 10 മിനിറ്റ് ആ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന വിഷയമാണത്. അതിനെ മറികടക്കുക എന്നുള്ളത് തീർച്ചയായും നമ്മൾ മനുഷ്യർ സ്വാഭാവികമായും ആർജിച്ചെടുക്കേണ്ട കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കുക, ആവോളം അവരെ പരിഗണിക്കുക. നമ്മളും ആർക്കെങ്കിലും ഒക്കെ പ്രിയപ്പെട്ടതായിരിക്കും തീർച്ചയായിട്ടും. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ഒരു വിളികൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അനേകമായിരം ആൾക്കാർ നമുക്ക് ചുറ്റിലുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും നമുക്കൊന്ന് ജീവിക്കാം എന്നുള്ളതാണ്. റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക നോക്കൌട്ട്, ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് കഴിഞ്ഞ ആഴ്ച നടന്നപ്പോൾ അവിടെ വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന സൂപ്പർ താരത്തിനെതിരെ ഒരു വംശീയാധിക്ഷേപം നടക്കുകയാണ്. ലക്ഷങ്ങൾ നിറഞ്ഞു നിന്ന ഗ്രൗണ്ടിലാണെങ്കിൽ 11 22 പേര് നിറഞ്ഞു കളിക്കുന്ന ചുറ്റുള്ള ഗ്രൗണ്ട് സ്റ്റാഫുകളൊക്കെ ഉള്ള ആ ലക്ഷങ്ങളുള്ള വേദിയിൽ നിന്നും അദ്ദേഹം ഒറ്റപ്പെട്ട് സൈഡ് ബെഞ്ചിലേക്ക് പോയി ഇരുന്ന് വിതുമ്പാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും മറ്റു ടീം അംഗങ്ങളും കോച്ചും ഒക്കെ ചേർന്ന് വന്ന് അദ്ദേഹത്തെ ഒരു ആശ്ലേഷണം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ണ് തുടച്ചുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി ഊർജം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ചുറ്റിലും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ ജീവിതകാലത്ത് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് വേണ്ടി, നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് ഇനിയുള്ള ജീവിതത്തെ മനോഹരമാക്കാം. പട്ടുനൂൽ പുഴുകൾ അപൂർവമായി ചിത്രശലഭങ്ങളാവുന്നത് പോലെ നമുക്കും ചിത്രശലഭങ്ങളായി നമുക്ക് ചുറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഏകാന്തത അനുഭവിക്കുന്ന ഫോമോയിലും ഫോബോയിലും ആ നാമങ്ങളോടൊക്കെ നമുക്ക് വിട പറഞ്ഞുകൊണ്ട് കൂടുതൽ മനുഷ്യരെ തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാൻ കാരണമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നോവൽ എല്ലാവരും വായിക്കണം. തീർച്ചയായും ഏകാന്തതയുടെ അങ്ങേയറ്റത്തെ സ്പർശിക്കുന്ന ഒരു നോവലാണ്. ആ നോവലിൽ നമ്മളെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ പ്രോഗ്രസീവ് ആവാനുള്ള ഇടങ്ങളെ തേടിയുള്ള യാത്രയാവട്ടെ ഈ നോവലിന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു റസൽ. ഈ ഒരു നോവൽ എന്ന് നമ്മളെ പരിചയപ്പെടുത്തിയതിൽ എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലാണ്. താൻ കണ്ട ഒരു സ്വപ്നം മറ്റൊരാൾ കൂടി കണ്ടതായിട്ട് സാംസയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ സ്വപ്നത്തെക്കുറിച്ച് സംസാരിച്ചു പോകുന്നു. തന്റെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അതെന്ന് അവൻ കരുതുകയാണ്. തനിക്ക് പേരിട്ട സാറന്മാരെ കൊണ്ട് തന്നെ അവൾക്കും ഒരു പേര് നൽകുകയാണ്. ആ പേര് വിളിച്ച് അവൻ അവളോട് സങ്കല്പത്തിൽ സംസാരിക്കുന്നു. പട്ടുനൂൽപ്പുഴു വായിച്ചവരുടെ ഉള്ളിലും അറിഞ്ഞോ അറിയാതെയൊക്കെ ഇത്തരം സ്വപ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും വായിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നോവൽ വായിക്കുക എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. എസ് ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു. ഇനി അടുത്ത ആഴ്ച മറ്റൊരു അതിഥി മറ്റൊരു പുസ്തകമായിട്ട് എത്തിച്ചേരാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്.